നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ജനുവരി മാസം നമുക്ക് 3200 രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിച്ചു. എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ തുക ലഭിക്കുന്നവർ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമായി നമ്മുടെ വീടുകളിലെത്തി സർക്കാർ കർശന പരിശോധന നടത്തുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നമ്മുടെ ഭൗതിക സാഹചര്യം പരിശോധിക്കും. ഒരുപാട് പേര് ഇനിയും പെൻഷനിൽ നിന്ന് പുറന്തള്ളാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ സാമ്പത്തികമായി അഭിവൃദ്ധി കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ കർശന പരിശോധന. സർക്കാർ ജീവനക്കാർ തന്നെ അനർഹമായിട്ട് തുക കൈപ്പറ്റുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിശോധന. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ തുക കൂടി ചേർത്ത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിൽ പോയി കാര്യം സമർപ്പിക്കണം. തുക മുടങ്ങുന്ന കാര്യം മനസ്സിലാക്കണം. ആധാർ അധിഷ്ഠിത വിതരണമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാത്തത് കൊണ്ടോ മറ്റേതെങ്കിലും കാരണം കൊണ്ടുമാണ് നമുക്ക് പെൻഷൻ മുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് മുടങ്ങുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. സർക്കാരിൻ്റെ ഭൗതിക സാഹചര്യ പരിശോധന ഇപ്പോൾ കർശനമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയതിൽ 15 വീടുകളിൽ നടത്തിയതിൽ 12 വീടുകളിലും അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളാണ്. നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അവർക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള അറിയിപ്പ് വരും ദിവസങ്ങളിലായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം 20-ാം തീയതിക്ക് ശേഷം ആരംഭിക്കും. മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക ലഭിക്കും. കഴിഞ്ഞ മാസം 3200 രൂപ ലഭിച്ച ആളുകൾക്കൊക്കെ ഫെബ്രുവരി മാസത്തിലെ തുകയും ലഭിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ കൃത്യമായ അറിയിപ്പിന് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.